ആകാശത്ത് നിന്ന് വേറെ ആളുകൾ വന്നിറങ്ങി കൊന്നതല്ല, CPM-കാർ കൊന്നാണ്. CPM-ന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ, കുഞ്ഞനന്തൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അറിയപ്പെടുന്ന നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി ചെയ്തതാണ്. അവർ തമ്മിലുള്ള സംഭാഷണം, കൊട്ടേഷൻ സംഘവും ഈ പാർട്ടി നേതാക്കന്മാരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അടക്കമുള്ള സംഭവങ്ങൾ തെളിവായി ശേഖരിച്ചുകൊണ്ടാണ്, സംശയാതീതമായി ഈ കാരണം കൊണ്ടാണ് കൊന്നതെന്ന് തെളിയിച്ചത്. പിന്നെ എന്ത് ഞാൻ നീ പറയും? എനിക്ക് ചോദിക്കാൻ മാസപ്പടി വിവാദത്തിൽ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുകയാണ്. 5 പ്രധാനപ്പെട്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിയമസഭയിൽ വെച്ച് മറ്റു ചില ഏജൻസികൾ കൂടി നേരത്തെ ഈ അന്വേഷണം നടത്തിയിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്ന് ഞാൻ ചോദിച്ചു, ഏതെല്ലാം ഏജൻസികളാണ് അന്വേഷിച്ചതെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി മൗനം പറഞ്ഞു. ഇപ്പൊ കർണാടക ഹൈക്കോടതി വിധിയിൽ 2021 ജനുവരിയിൽ ED നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 ED ഈ കേസ് അന്വേഷണം ആരംഭിച്ചു. വ്യക്തമാണല്ലോ. എന്നിട്ട് എങ്ങനെയാണ് 3 കൊല്ലക്കാലം ഈ ED അന്വേഷണത്തെ മൂടി വെച്ചത്? CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണ പ്രകാരം അല്ലേ ഈ 3 കൊല്ലക്കാലം ഈ സംഭവത്തിൽ എക്സാലോജി കമ്പനിയെ കുറിച്ചുള്ള ED അന്വേഷണം തടസ്സപ്പെട്ടു പോയത്? വേണമെങ്കിൽ അതിന് ഇടനിലക്കാരായി നിന്ന BJP-ക്കാർക്കും ആദ്യത്തെ ചോദ്യത്തിന് വേണമെങ്കിൽ ഉത്തരം നൽകാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെയാണ് എക്സാലോജി കമ്പനി ഈ പണം മുഴുവൻ വാങ്ങിച്ചത്. അതാണ് അതിന്റെ കേസ്. യഥാർത്ഥ കേസ് അത് തന്നെയാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു, ഒരു സർവീസും ചെയ്ത് കൊടുക്കാൻ. ഈ കേസ് സംബന്ധിച്ച് ഒരു തെളിവ് ഹാജരാക്കാൻ നേരത്തെ ഇന്റർവ്യൂ സെക്രട്ടറി ബോർഡിന്റെ മുമ്പിൽ അനുമതി നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ വേർഡിക്ട് പുറത്തു വന്നുകൊണ്ടുകൂടി എല്ലാ അവസരങ്ങളും എക്സാലോജി കമ്പനിക്ക് നൽകിയിരുന്നു എന്ന് വ്യക്തമാണ്. അപ്പൊ ഏതൊക്കെ ഏജൻസികളാണ് യഥാർത്ഥത്തിൽ ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറുണ്ട്. അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഈ ഹൈക്കോടതി വിധി പറയുന്നത് CMR-ന് പുറമെ നിരവധി സ്ഥാപനങ്ങൾ എക്സാലോജിക്കിലേക്ക് മാസപ്പടിയായി പൈസ അയച്ചിരുന്നു എന്ന് എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് വ്യക്തമാണ്. എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വ്യക്തമാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമാണ്. നിരവധി കമ്പനികൾ മാസപ്പടി അയച്ചു. മാസപ്പടി റെഗുലർലി ഓൾമോസ്റ്റ് എവറി മന്ത് എന്ന് മാസപ്പടിയായിട്ട് അയച്ചു. ആ സ്ഥാപനങ്ങൾ CMR-ൽ കൂടാതെയുള്ള ആ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാമോ?